BSc Culinary Arts. അപ്പോൾ ഈ കോസ്റ്റ് ഒരു സാധനത്തിന്റെ വില ഇടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വില ഇടണം? പക്ഷേ മെനുവിനൊക്കെ അതിൻ്റെതായ ഫോർമാറ്റ് ഉണ്ട്. ആ രീതി അത് മീൻസ് ഹലോ ഗായ്സ്, അപ്പോൾ ബബിൾ ബസിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. അതായത് കോഴ്സിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ BSc Culinary Arts. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഹോട്ടൽ മാനേജ്മെൻറ്റ് പരിപാടി തന്നെ. പക്ഷേ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ല, എല്ലാവരും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കണ്ട് നമുക്ക് പഠിക്കാനും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ്. ഇത് സത്യത്തിൽ ആർക്കും ഉപകാരപ്പെടുന്ന വെച്ചാൽ ഈ നല്ല കുക്കിങ്ങിനൊക്കെ നല്ല പാഷനാണ്. അതായത് കുക്കിംഗ് പാഷനാക്കി കൊണ്ടെടുക്കുന്ന സ്വന്തമായിട്ട് ഹോട്ടലോ പരിപാടി എന്തെങ്കിലും തുടങ്ങുന്നവർക്കുള്ളവരുണ്ടാവില്ലേ, ഓർക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കോഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 3 വർഷത്തെ കോഴ്സാണ്, ഡ്യൂറേഷൻ വരുന്നത് 3 വർഷത്തെ കോഴ്സാണ്. പിന്നെ BSc Culinary Arts എന്ന പേരെങ്കിലും ഈ പറഞ്ഞ BSc സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, എന്താ പറയുക. പിന്നെ ഇതൊരു ബാച്ചിലർ ഡിഗ്രി തന്നെയാണ്. ഇത് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ആർക്കായാലും എടുക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല, ആർക്കാണെങ്കിലും എടുക്കാം. പിന്നെ ഇത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ മിക്സ് ആയിക്കൊണ്ട് വരുന്ന ഒരു കോഴ്സാണ്, മനസ്സിലായോ? ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹോട്ടൽ പരിപാടിയൊക്കെ തുടങ്ങാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇതിൽ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ ഈ ഫുഡിൻ്റെ ഈ ന്യൂട്രീഷൻ പരിപാടി എങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ അറിയില്ല ഈ ന്യൂട്രീഷൻ പരിപാടി സംഭവങ്ങളൊക്കെ. പിന്നെ ഒരു ഹോസ്പിറ്റാലിറ്റി, ഏത് കാര്യത്തിലും ഹോസ്പിറ്റാലിറ്റി, അതായത് ഒരു ഫുഡ് നമ്മൾ സെർവ് ചെയ്യേണ്ട എങ്ങനെയാണ്, അത് ഓരോ രീതി അതിൻ്റെതായ രീതികളുണ്ടാവല്ലോ. പക്ക ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക്കലി ഒരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയ കോഴ്സാണ് ഈ Culinary Arts. അതായത് ഇപ്പോൾ ഹോട്ടലൊക്കെ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ മീൻസ് എന്താ പറയുക, ഈ കോസ്റ്റ് ഒരു സാധനത്തിൻ്റെ വില ഇടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വില ഇടണം, മനസ്സിലായി? കോസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ ഈ പറഞ്ഞ മെനുവിൽ മെനു ഒക്കെ വെറുതെ നമ്മൾ എല്ലാ കടയിൽ പോയാലും ഒരു മെനു കിട്ടും. പക്ഷേ മെനുവിനൊക്കെ അതിൻ്റെതായ ഫോർമാറ്റ് ഉണ്ട്. ആ രീതി അത് മീൻസ് ഏതാ നമുക്ക് പെട്ടെന്ന് എടുത്താൽ കൊടുക്കാൻ പറ്റുക, ആ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാധനം കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കണം. അങ്ങനത്തെ രീതിയിൽ കുറേ സിസ്റ്റമാറ്റിക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള മാനേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ Culinary Arts വരുന്നത്. അധികം എനിക്ക് കൊണ്ട് ഫെമിലിയർ അല്ല. ഇന്ത്യയിലുണ്ട് കോഴ്സ് ഉണ്ട്, പക്ഷേ എന്താ പറയുക ലിമിറ്റഡ് ആണ് തോന്നുന്നു, എല്ലായിടത്തും ഇല്ല തോന്നുന്നു. പിന്നെന്താ പറയുക അപ്പോൾ തന്നെ അപ്പം ഇങ്ങനത്തെ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്താ പറയുക ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ എന്താ പറയുക ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് പാഷനാക്കി ഉണ്ടാക്കുന്ന കുക്കിംഗ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് ഇതാ ഒരു പ്രോപ്പർ ഷെഫ്, അങ്ങനെ തന്നെ അറിയാം. പ്രോപ്പർ ഷെഫ് ആവണമെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിന് നല്ലത് നിങ്ങൾ Culinary Arts എടുക്കുകയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമാറ്റീവ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. മാക്സിമം ഷെയർ ചെയ്തോളൂ. എന്തായാലും ഞാൻ അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതിൻ്റെ അടിയിൽ ഞാനൊന്ന് ഫ്രീ ആയിട്ട് എൻ്റെ പേഴ്സണൽ കണ്ടന്റ് കുറേ നേരമുണ്ട്. നമ്മളെ റൈഡിങ്ങും പിന്നെന്താ പറയുക ഞാൻ നാട്ടിൽ പോകണൊക്കെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ എന്താ പറയുക ഞാൻ ഇതിൽ യൂട്യൂബിലിട്ടുണ്ട്. പിന്നെ വെറുതെ കാണാമല്ലോ, ആരും കണ്ടില്ലെങ്കിൽ എനിക്ക് കാണാമല്ലോ, ഒരു 10 മിനിറ്റ് അല്ലേ? അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.